സിക്സ്ത് സെം പേപ്പർ അഡ്വാൻസ്മെൻറ്റ് ഇൻ ഇമേജിംഗ് മൊഡാലിറ്റീസ് യൂണിറ്റ് 2 ആണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ വരുന്ന ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഡിജിറ്റൽ റേഡിയോഗ്രഫി, അതിൻ്റെ സിസ്റ്റംസ്, അതുപോലെ എങ്ങനെയാണ് ഒരു ഇമേജ് അക്വസിഷൻ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ ഇൻട്രൊഡക്ഷൻ ആണ് പറയാൻ പോകുന്നത്. ഓരോ സബ്സ്റ്റൻസസ് നമ്മൾ കാണുന്നതും അത് അളവ് ചെയ്യുന്നതും അളവെടുക്കുന്നതും അതിന് ഏറ്റവും നല്ലൊരു ഉപയോഗപരമായിട്ടുള്ളൊരു മെത്തേഡാണ് റേഡിയോഗ്രഫി എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഓരോ മെറ്റീരിയൽസിൻ്റെയും ഫിസിക്സ് അനുസരിച്ചിട്ടുള്ള അവരുടെ ബേസിക് ആയിട്ടുള്ള അറിവ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ അത് ഉപയോഗിച്ച് നമുക്ക് പലതരത്തിലുള്ള മെത്തേഡ്സ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഇതുള്ളത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ അതുപോലെ നല്ല രീതിക്കുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള എക്സ്റേ സോഴ്സസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു ഇമേജ് സെൻസേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടി സെൻസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്ത് നമുക്ക് ആ ഒരു ഇമേജ് കിട്ടുന്നതും ആ ഒരു രോഗത്തെക്കുറിച്ച് അറിയാനൊക്കെ പറ്റുന്നതും ഈ ഒരു റേഡിയോഗ്രഫി ഉള്ളത് കൊണ്ടാണ്. ഡിജിറ്റൽ റേഡിയോഗ്രഫി മറ്റ് പഴയ കൺവെൻഷണൽ റേഡിയോഗ്രഫി ആയിട്ട് വ്യത്യാസം വരുന്നത് ആ ഫിലിം യൂസേജ് ആണ്. കാരണം ഈ ഒരു ഫിലിം യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഡിറ്റക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഡിജിറ്റലൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിജിറ്റൽ ത്രൂ ആയിട്ടുള്ള ഇമേജിനെ റീസ്റ്റോർ ചെയ്യാനും പിന്നെന്താണ് ഒരു കെമിക്കൽ റിവലേഷൻ്റെ യൂസ് ഇല്ലാണ്ട് തന്നെ നമുക്കത് കിട്ടാനും വഴിയൊരുക്കുന്നു. പിന്നെന്താണ് ഈ കിട്ടുന്ന ഒരു ഇമേജ് അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടുന്നത് മെയിനായിട്ട് ബീം എക്സ്റേ സോഴ്സിൽ നിന്ന് വരുന്ന ബീമിൻ്റെ അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ഗാമ സോഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇമേജ് അങ്ങനെയാണ് നമുക്ക്, അതായത് പിക്സൽ ഉണ്ടാക്കുന്നത് പോലും അങ്ങനെയുള്ള റേസും റേഡിയേഷൻസും ഒക്കെ യൂസ് ചെയ്തിട്ടാണെന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ടെക്നോളജി അതായത് ഡിറ്റക്ടേഴ്സും ഡിജിറ്റൽ സെൻസേഴ്സും ഒക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് പല സൊല്യൂഷൻസ് നമുക്ക് പല കാര്യങ്ങൾക്കുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് ഇതുള്ളത്. അതായത് ഫോട്ടോണിക് റേഡിയേഷൻസ് ഓഫ് എനർജിയും കിലോ ഇലക്ട്രോൺ വോൾട്ടിലാണെങ്കിലും മെഗാ ഇലക്ട്രോൺ വോൾട്ടിലാണെങ്കിലും ഒക്കെ നമുക്ക് എനർജി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും സ്റ്റോർ ചെയ്യാനും പറ്റുന്നു. ഡിജിറ്റൽ റേഡിയോഗ്രഫി എന്ത് ചെയ്യുന്നു, പലതരത്തിലുള്ള അഡ്വാൻറ്റേജസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് പറയണത് നല്ല രീതിക്കുള്ള ലീനിയർ ആയിട്ടുള്ള റെസ്പോൺസ്, അതായത് ഒരു വേയിലുള്ള റെസ്പോൺസാണ് നമുക്ക് തരുന്നത്. അതേപോലെ നമുക്ക് പലതരത്തിലുള്ള എക്സാമിനേഷൻ, ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആളുടെ ബോഡീനെ കുറിച്ച് സ്റ്റഡി ചെയ്ത് അതിനെ എക്സാമിൻ ചെയ്യാനായിട്ടുള്ള ഒരു പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അതേപോലെ പെട്ടെന്ന് തന്നെ ഇമേജ് നമുക്ക് ക്വാസി ഇമ്മീഡിയറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അവൈലബിൾ ആവുന്ന ഇമേജ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിനുശേഷം ആ പേഷ്യൻറ്റിന് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ ഇമേജിൻ്റെ ക്വാളിറ്റി നല്ലപോലെ ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഷെയർ ചെയ്യാൻ, ദൂരെയുള്ള സ്ഥലത്തേക്ക് വരെ ഈ ഇമേജസ് ഷെയർ ചെയ്യാൻ വരെ നമുക്ക് പറ്റുന്നു. ഇപ്പോഴത്തെ ഒരു ഗ്രേറ്റർ ആയിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് റിയൽ ടൈമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇമേജ് കിട്ടുന്നു. പെട്ടെന്ന് തന്നെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മറ്റു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാനും അതുപോലെ അതിൻ്റെ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ പ്രോസസ്സ് ചെയ്തെടുക്കാനും അതിൻ്റെ ഓരോ പ്രശ്നങ്ങളും കണ്ടുപിടിച്ച് ആ ഇമേജസിൻ്റെ അനുസരിച്ചിട്ടുള്ള ഡാറ്റാസ് ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് ഇപ്പോഴത്തെ റേഡിയോഗ്രഫി മെത്തേഡിലൂടെ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു ടെക്നോളജി വളർന്നു വന്നതിൻ്റെ ഭാഗമായിട്ട് ഇലക്ട്രോണിക്സ്, അതായത് നമ്മളെ ഇലക്ട്രോണിക് ഭാഗങ്ങളിലും കമ്പ്യൂട്ടിംഗ് സയൻസിൻ്റെ ഭാഗങ്ങളിലും ഒക്കെ നല്ല രീതിക്ക് ഇൻസ്ട്രുമെൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനും അതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു ടെക്നോളജി ഡെവലപ്മെൻ്റ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഒപ്റ്റോ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ന്യൂ സെൻസേഴ്സ് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു ഗുണം അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഒന്ന് നല്ല പവർ ഉണ്ടായിരിക്കും, ഹൈ പവർ ആയിരിക്കും. അപ്പം നല്ല രീതിക്കുള്ള ഡിറ്റക്ഷൻ നമുക്ക് കിട്ടും. പിന്നെ നോയ്സ് നമുക്ക് വേണ്ട ഈ ഒരു ഇമേജിൻ്റെ ഭാഗമല്ലാണ്ട് പുറമേ നിന്നുള്ള ഒന്നും തന്നെ ഇതിൽ വരുന്നതായിരിക്കില്ല. നമുക്ക് കാണേണ്ട ആ ഒരു ഇമേജ് ഏരിയ മാത്രമായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യണത് നമ്മുടെ ഫോട്ടോൺസിൻ്റെ ആ ഒരു ഡിറ്റക്ഷനാണ്. പിന്നെ ഡൈനാമിക്സ് പറയുന്നത് 1000 above ആയിരിക്കും. പിന്നെ സിഗ്നലിൻ്റെ റേഞ്ചിൻ്റെ വേരിയേഷൻസ്, പിന്നെ സ്പീഡ് പെട്ടെന്ന് തന്നെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രെയിം റേറ്റ്, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു റേഡിയോഗ്രഫിയുടെ മെയിനായിട്ടുള്ള വളരെയധികം ടെക്നോളജി വളർന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് പെർഫോമൻസ് ഓഫ് ഫിലിം സെല്ലുകളാണ്. അത് നമ്മൾ ഇമേജ് ഇൻറ്റൻസിഫയർ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് അത് സ്റ്റാർട്ടായത്. മെയിനായിട്ട് ഇമേജ് ഇൻറ്റൻസിഫയർ ആയിട്ട് ഉപയോഗിക്കുന്നത് വാക്വം ട്യൂബുകളോ മൈക്രോ ചാനൽസോ ആണ്. ഒരു ഫോട്ടോ കാഥോഡ്, ആൽക്കലൈൻ അല്ലെങ്കിൽ ഒരു മെറ്റൽ എന്നുപോലുള്ളത് ഈ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഫോട്ടോണിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് എനർജി കൺവേർഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. മെഡിക്കൽ ട്യൂബ്സ്
ഒരാൾക്കൊരു സ്പാർക്ലിംഗ് സ്ക്രീൻ ഉണ്ട് ഫോട്ടോ കാഥോഡിൻ്റെ മുന്നിലായിട്ട്. ഈ ഫോട്ടോ കാഥോഡ് എന്ന് പറയുന്നത് ഒരു ട്രൈ ആൽക്കലൈൻ മെറ്റീരിയൽ ആയിരിക്കും. ഇലക്ട്രോണിക് ട്യൂബ് അല്ലെങ്കിൽ മൈക്രോ ചാനൽസ് എന്ത് ചെയ്യും, നമ്മുടെ സെക്കൻഡറി ഇമേജിനെ ആംപ്ലിഫൈ ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്യും. അതിൻ്റെ ഹെൽപ്പ് എന്ന് പറയുന്നത് എമിറ്റഡ് ഫോട്ടോ ഇലക്ട്രോൺസിൻ്റെ ഹെൽപ്പോട് കിട്ടാണ്. അങ്ങനെ നമുക്കൊരു ഇലക്ട്രോണിക് ഗെയിന് 103 വരെ കിട്ടാറുണ്ട്. പിന്നെ അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഇമേജ് അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, ആംപ്ലിഫൈ ചെയ്ത ഫോട്ടോ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫ്ലൂറസെൻ്റ് സ്ക്രീനിലേക്ക് ഫോക്കസ് ചെയ്യുകയും അതിനെ കൺവേർട്ട് ചെയ്തിട്ട് എന്താക്കി മാറ്റൊരു കാണാൻ പറ്റുന്ന ഒരു ഇമേജ് ആയിട്ടും അത് ഫിലിമിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും, അല്ലെങ്കിൽ ടെലിവിഷൻ ട്യൂബിലായിട്ട് കാണുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ടെക്നോളജീസ് ഇങ്ങനെ വളർന്ന് വരുവാണെന്നാണ് പറയുന്നത്. ഇതിൽ ഇമേജ് വരുന്നത് ഇമേജ് ഇൻറ്റൻസിഫയറിൻ്റെ ഒരു ഫിഗറാണ്, ഒരു ഇമേജാണ്. ബി എന്ന് പറയുന്നത് സിൻഡിലേറ്റർ ആണ്, അതിൽ CCD ഡിവൈസ് ഉണ്ട്. സി എന്ന് പറയുന്നത് ഫ്ലാറ്റ് പാനലാണ്. ഡി എന്ന് പറയുന്നത് ലീനിയർ ഡിറ്റക്ടറാണ്. അതുപോലെ ഇ എന്ന് പറയുന്നത് ഒരു ഫോസ്ഫർ പ്ലേറ്റും റീഡിംഗ് സിസ്റ്റം കൂടിയിട്ടുള്ള ഇമേജാണ് കാണിച്ചിട്ടുള്ളത്. ഈ ഡിറ്റക്ടേഴ്സൊക്കെ നല്ലപോലെ നമ്മൾ യൂസ് ചെയ്യുന്നത് പലതരത്തിലാണ്. പക്ഷേ എന്നാൽ പോലും അത് ഭയങ്കര കൺട്രോൾഡായിട്ടും നല്ല എക്സ്പെരിമെൻ്റൽ കണ്ടീഷൻസൊക്കെ കെയർഫുള്ളായിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ, താങ്ക് യു.